മദ്യം വിഷമാണെന്ന് എഴുതി വെച്ച് മദ്യം വിറ്റ് ആ പണം കൊണ്ട് രാഷ്ട്രത്തെ തലോടേണ്ടി വരുന്ന നൂറുകണക്കിന് കുടുംബം നശിപ്പിച്ച് സ്വയം നശിച്ച് കരളുവെന്ത് നശിക്കുന്ന ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ കുടിച്ച മദ്യത്തിന് കൊടുത്ത വിലയിൽ നിന്ന് നന്നാകുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ആ ധനം ഉത്തമമല്ല, തീർച്ച. അതുകൊണ്ട് നന്നാകൽ നടക്കില്ല. ഒപ്പം ചൂതാട്ടവും എല്ലാ ചൂതാട്ടവും കോടിക്കണക്കിന് ഡോളർ, അത് ഒന്നും രണ്ടും ഒന്നുമല്ല, റിസർവ് ബാങ്ക് വഴി ടാക്സ് ഒന്നും അനുവദിക്കാതെ 80Gയും 35AC കൊണ്ട് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളെ വളർത്തുക. ഇപ്പം എൻ്റെ അയൽവക്കത്തൊരു സംഭവം നടക്കുമ്പോൾ അത് തെറ്റായിട്ട് നടക്കുന്നെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കും, തീർച്ചയാണ്. അത്രത്തോളമൊന്നും സെക്ലൂഡഡ് അല്ല ഇന്ന് ഇന്ത്യൻ സൊസൈറ്റി. അപ്പുറത്തെ മുറിയിൽ നടക്കുന്നത് ഇപ്പുറത്ത് അറിയാതിരിക്കുമാറ് അത്ര സാങ്കേതികമായി വികാസമില്ലാത്ത ഒരു രാഷ്ട്രമല്ല നമ്മുടെ. അതെ, തീർച്ചയാണ്. എന്തായാലും അറിയും. അമേരിക്കയിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഓരോ വീടിൻ്റെയും പടം ഇന്നിടത്താണെന്നും കൃത്യമായോ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നതാണെന്നും ഉപഗ്രഹം വെച്ച് അറിയുന്ന ഒരു സമയത്ത്, അങ്ങനൊരു കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് എറണാകുളത്ത് ഏത് ഭാഗത്താണെന്ന് കൃത്യമായി സൂം ചെയ്തുകൊണ്ടെന്ന് നമുക്കതിൻ്റെ പടം എടുക്കാം. എന്നിട്ട് അത് വികസിപ്പിച്ചാൽ മതി, കാരണം നമുക്ക് ഈ പ്രദേശം അറിയാം. അങ്ങനെ അത്രയും സൗകര്യം കിടക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഒരു വ്യക്തി എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കുവാൻ അത്രയധികം സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിൽ ഇതറിഞ്ഞില്ല എന്ന് വരുന്നത് തെറ്റാണ്. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവർ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെ കരുതാം. പക്ഷെ വീണ്ടും ഇതുപോലുള്ള ബിംബങ്ങൾ ഉണരുന്നത് ഇതുകൊണ്ടാണ് എന്നാണ്. തീർച്ചയായും. അല്ലെങ്കിൽ എങ്ങനെയാണ് ജനം അതിനെ സ്വീകരിക്കുക? ഈ തലോടലും ലാളനയും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജനം സ്വീകരിക്കുക? ഇല്ലേ, എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക? ഇതിലൊക്കെ അപ്പുറം വേറൊരു കാര്യമുണ്ട്. ഗവൺമെൻറ് ധനത്തിന് കഷ്ടപ്പെടുന്നു. തീർച്ചയാണ്. നമ്മുടെ ഖജനാവ് വളരെ നിർണായകമായതുകൊണ്ടാണ് മദ്യം നമുക്ക് വിൽക്കേണ്ടി വരുന്നത്. കാരണം മദ്യം വിഷമാണെന്ന് എഴുതി വെച്ച് മദ്യം വിറ്റ് ആ പണം കൊണ്ട് രാഷ്ട്രത്തെ തലോടേണ്ടി വരുന്ന നൂറുകണക്കിന് കുടുംബം നശിപ്പിച്ച് സ്വയം നശിച്ച് കരളുവെന്ത് നശിക്കുന്ന ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ കുടിച്ച മദ്യത്തിന് കൊടുത്ത വിലയിൽ നിന്ന് നന്നാകുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ആ ധനം ഉത്തമമല്ല, തീർച്ച. അതുകൊണ്ട് നന്നാകൽ നടക്കില്ല. ഒപ്പം ചൂതാട്ടവും എല്ലാ ചൂതാട്ടവും ഇതുവരെ അനുവദിച്ചിരിക്കുന്ന രാജ്യം ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് വരുന്ന ഡോളർ റിസർവ് ബാങ്ക് വഴി, കോടിക്കണക്കിന് ഡോളർ, അത് ഒന്നും രണ്ടും ഒന്നുമല്ല, റിസർവ് ബാങ്ക് വഴി ടാക്സ് ഒന്നും അനുവദിക്കാതെ 80Gയും 35AC കൊണ്ട് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളെ വളർത്തുക. ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധന്മാർ ഉത്തരം പറയേണ്ട ഒരു രംഗമാണ്. ഞാനൊരല്പം തമാശ പറഞ്ഞോട്ടെ. ഒരു സ്വാമിജി കേരളത്തിൽ നിന്ന് വടക്കേണ്ടിയിലേക്ക് പോയി. അദ്ദേഹം കേരള ഹൗസിൽ പോയി ഒരു ദിവസം താമസിച്ചു. എന്തോ ആവശ്യത്തിന് പോയതാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഈ കഥ. സത്യം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. അതിശയോക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ്. അദ്ദേഹം അവിടെ ചെന്നത് ഒരു കേന്ദ്ര മന്ത്രിയെ കാണുന്നതിനാണ്. ഒരു 3 ഉന്നതരായ വ്യക്തികൾ അദ്ദേഹത്തെ റൂമിൽ വന്ന് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ട്രസ്റ്റ് രൂപീകരിക്കൂ, പ്രോജക്റ്റൊക്കെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാം. 2 കോടി രൂപ നിങ്ങൾക്ക് ഉടനെ കിട്ടും, ശരിയാക്കി തരും. 30% ഈ പ്രോജക്റ്റ് എല്ലാം തയ്യാറാക്കി തരുന്നതിന് ഞങ്ങൾക്ക് തന്നു. അത് അനുവദനീയമാണ് ഗവൺമെൻറ്റിൽ നിന്ന്. ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത, പെൻഷൻ കൊടുക്കാൻ പൈസയില്ലാത്ത, നമ്മുടെ നിത്യനിദാന കാര്യങ്ങൾ നടന്നു പോകാൻ വിഷമിക്കുന്ന, റോഡുകളും മറ്റും പണിയുന്നതിന് കോടികൾ വേൾഡ് ബാങ്കിൽ നിന്നും മറ്റും ഭീമമായ പലിശയ്ക്ക് കടമെടുക്കുന്ന
ഒരു രാഷ്ട്രത്തിൻ്റെ ഇടനാഴിയിൽ അതിനിസ്സാരമായി 2 കോടി രൂപ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്ത് അതിൽ 3/4 പങ്കും ഗ്രാൻഡായി ലഭിച്ച് സ്ഥലം വാങ്ങിക്കുവാനും അത് മറിച്ച് കച്ചവടം ചെയ്യുവാനും അവിടെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനും കുറേ പേർക്ക് തൊഴിൽ കൊടുക്കുവാനും ഒക്കെ വേണ്ടി ഓടാൻ പറ്റുന്ന NGOസിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതും അതിനെ വളർത്തുന്നതുമാണ് ഒരു രാഷ്ട്രമെങ്കിൽ നമ്മുടെ സാമ്പത്തിക നയത്തിൻ്റെ ധാരകൾ എങ്ങനെയാണ്? ഇത് സത്യമാണെങ്കിൽ. ശരിയാണ് സ്വാമിജി. ഒരു രാഷ്ട്രീയ നേതാവും 2 മതനേതാക്കളും അദ്ദേഹം ആ സ്വാമിജിയോട് പറഞ്ഞത്, നിങ്ങൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂനപക്ഷങ്ങളുടേതാണെങ്കിൽ റിലീജിയസ് ആണെങ്കിലും അത് ചാരിറ്റബിൾ ആണ്. നിങ്ങളുടേത് റിലീജിയസ് ആണെങ്കിൽ അത് ചാരിറ്റബിൾ അല്ല. അതുകൊണ്ട് തടസ്സമുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ പണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് മറ്റ് ആളുകളെ കൂടെ ചേർത്ത് അതിലെ പ്രോജക്റ്റിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈസിയായി എക്സംഷൻ ടാക്സിൻ്റെ കിട്ടും, ബാക്കി കാര്യങ്ങൾ കിട്ടും, പണം കിട്ടും. ഇതിന് പ്രേരിപ്പിച്ച് നടക്കുന്ന ഒട്ടേറെ ഏജന്റന്മാർ കേരളത്തിലുമുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഈ കോടികളുടെ കഥകൾ ഇത്തരം സംഭവങ്ങളുടെ പിന്നിലുണ്ടാകും. വളരെ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ മറ്റു വഴിക്കൊക്കെ ചർച്ച ചെയ്ത് പരിഹാരമൊക്കെ ഇങ്ങനെയാണ് എന്ന് കണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ഇടനാഴി ഉണ്ടെങ്കിൽ, അതെ, അതായത് ഇത്തരമൊരു പശ്ചാത്തലത്തെ അറിയാതെ ഇത്തരം സംഭവങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ എവിടെയോ കാടും പടപ്പം തല്ലുകയാണ് സാമൂഹ്യ ജീവികളെല്ലാം. അതെ. പക്ഷെ ഇതിനുള്ള സോഴ്സ് എവിടുന്നാണ്?